ഓക്കെ, അപ്പോൾ അതായിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ലാൻഡിംഗ് പേജ്. ഈ ലാൻഡിംഗ് പേജിൽ ഓൾമോസ്റ്റ് എല്ലാം തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു ഇമേജ് ചേഞ്ച് ചെയ്യാനുണ്ട്. സോ ആ ഇമേജ് ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇതിൽ ഈ ഇമേജിന് ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇമേജ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണിച്ചു തരും. ആ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങോട്ട് നമുക്ക് ഇമേജ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. സോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്ലോഡ് ഫയൽസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. അവിടെ സെലക്ട് ഫയൽസ് എന്ന് പറഞ്ഞ മറ്റൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഞാനൊരു ഫയൽ അപ്ലോഡ് ചെയ്തു. അപ്ലോഡ് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് ഓൾട്ടർ ടെസ്റ്റ് അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഫയലിൻ്റെ നെയിം ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ആ ഒരു നെയിം കൊടുക്കുകയാണെങ്കിൽ അത് വളരെ നന്നായിരിക്കും. അത് SEOയിലൊക്കെ വളരെയധികം ബെനിഫിറ്റ് ആകുന്നതാണ്. അപ്പോൾ അതിൻ്റെ നെയിം ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഞാനത് കൊടുത്തു. അതിനുശേഷം ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷനിലും ഞാനത് ആഡ് ചെയ്യുന്നു. ആഡ് ചെയ്തതിന് ശേഷം ഞാൻ സെലക്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തു. സോ ആ ഒരു ഇമേജ് ഇവിടെ നമുക്ക് കാണിച്ചു തരും. ഓക്കെ, ഇനി ഇതിൻ്റെ സൈസൊക്കെ ഇവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് കണ്ടൻറ്റ് ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫുള്ള് അതുപോലെ തന്നെ ലാർജ് മീഡിയം ഏതാണോ നമുക്ക് സൈസ് വേണ്ടത് ആ സൈസ് അനുസരിച്ച് നമുക്കിവിടുന്ന് ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. അത് കൊടുത്തതിന് ശേഷം ഇത് പബ്ലിഷ് ചെയ്യുക. ഇനി പബ്ലിഷ് ചെയ്യാൻ നിങ്ങൾക്ക് ഡ്രാഫ്റ്റിൽ സേവ് ആയിട്ടാണെങ്കിൽ സേവ് ഡ്രാഫ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സേവ് ഡ്രാഫ്റ്റിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ അത് ഡ്രാഫ്റ്റിൽ സേവ് ആയി കിടന്നോളൂ. ലാസ്റ്റ് അത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ പബ്ലിഷ് ചെയ്താൽ മതിയാവും. വീണ്ടും താഴേക്ക് വരിക. താഴേക്ക് വന്ന് ഇതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തായിരുന്നു. എഡിറ്റ് ചെയ്തതിന് ശേഷം ഈ ഒരു കണ്ടൻറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ ഇത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ അത് അവിടുന്ന് റിമൂവ് ആയി പോയിക്കോളും. ഇനി ഇവിടെ ഒരു ലിങ്ക് കിടക്കുന്നുണ്ട്. സോ ഇത് നമ്മളെ ആ ഒരു ലിങ്ക് അല്ല, നമുക്കിത് എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടുന്ന് ഈ ഒരു ലിങ്ക് നമുക്ക് റിമൂവ് ചെയ്ത് കളയാനാണ്. അത് കംപ്ലീറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഡിലീറ്റ് കൊടുക്കുക. ഡിലീറ്റ് കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു യൂട്യൂബിൻ്റെ ലിങ്ക് അവിടുന്ന് പോകും. സോ ഇനി നമുക്ക് അവിടെ നമുക്കൊരു യൂട്യൂബ് ചാനൽ ഉണ്ടെങ്കിൽ ആ യൂട്യൂബ് ചാനൽ ലിങ്ക് അവിടെ നമുക്ക് പബ്ലിഷ് ചെയ്ത് വെക്കാൻ പറ്റും, എംബഡ് ചെയ്യാൻ പറ്റും. സോ അതിന് വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ ചെയ്യുക. യൂട്യൂബ് ചാനലിൽ ചെന്നിട്ട് നമുക്ക് ആ ഒരു ലിങ്ക് എടുക്കുക. ഏത് വീഡിയോ ആണ് പബ്ലിഷ് ചെയ്യേണ്ടത് ആ പബ്ലിഷ് ചെയ്യേണ്ട ലിങ്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യും. ഞാനിവിടെ നിന്ന് ഒരു ലിങ്ക് എടുക്കുന്നു. ഓക്കെ, ഞാനിവിടെ നിന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ ലിങ്ക് എടുക്കുന്നു. നേരെ അത് വീണ്ടും എലമെൻ്ററി വന്നിട്ട് ഇവിടെ ഞാൻ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. സോ എൻ്റെ യൂട്യൂബിലെ ഒരു വീഡിയോ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിപ്പോൾ ചേഞ്ച് ആയിക്കോളും. സേവ് ഡ്രാഫ്റ്റ് കൊടുക്കുന്നു. സേവ് ഡ്രാഫ്റ്റ് കൊടുത്തതിന് ശേഷം ഒന്ന് റിഫ്രഷ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എൻ്റെ ആ യൂട്യൂബ് ചാനൽ ലിങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾക്ക് പ്രോഡക്റ്റിനെ പറ്റിയിട്ടുള്ള വീഡിയോസ് ആണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ഞാൻ എൻ്റെ വെബ്സൈറ്റിൽ തന്നെ ഒരു ചാപ്റ്റർ ഉണ്ടായിരുന്നു. ആ ചാപ്റ്ററിൻ്റെ ആ ഒരു ട്യൂട്ടോറിയൽ ഞാനിവിടെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെച്ചു. അപ്പോൾ ആ ഒരു വീഡിയോ ഇവിടെ ഓൺ ആയിട്ട് വന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഉള്ള കണ്ടൻസിലേക്ക് യൂട്യൂബിൻ്റെ ലിങ്കുകൾ കൊണ്ട് പേസ്റ്റ് ചെയ്ത് ആ വീഡിയോ പറ്റി സംസാരിക്കുന്ന വീഡിയോസ് ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. സോ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. വീണ്ടും താഴേക്ക് വരിക. താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ബട്ടൺ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളെ പറ്റി എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടുണ്ടെങ്കിൽ അതും ഇവിടെ ആഡ് ചെയ്ത് സെക്ഷനിൽ കൊടുക്കാവുന്നതാണ്. സോ ഇനി പുതുതായിട്ട് എന്തെങ്കിലും സെക്ഷൻ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതായത് ഈ ഒരു സെക്ഷൻ്റെയും തൊട്ട് താഴെയുള്ള സെക്ഷൻ്റെയും ഇടയ്ക്കായിട്ട് ഒരു സെക്ഷൻ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ വന്ന് പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു സെലക്ട് യുവർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. സോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഏത് സെക്ഷനാണ്, അതായത് 2 കോളം വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ല 3 കോളം ആണെങ്കിൽ അങ്ങനെ ആഡ് ചെയ്യാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള സ്ട്രക്ചർ നിങ്ങൾക്ക് ഇങ്ങോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ഒരു ലാൻഡിംഗ് പേജ് നന്നായിട്ട് ബിൽഡ് ചെയ്ത് എടുക്കാവുന്നതാണ്.
സോ ഇങ്ങനെയാണ് നമ്മൾ ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യുന്നത്. അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ടോപ്പിലെ നാവിഗേഷൻ മെനു അത് റിമൂവ് ചെയ്യണം. അതിനുശേഷം ബട്ടൺസുകൾ, അതായത് കോൾ ടു ആക്ഷൻസ് നന്നായിട്ട് ആഡ് ചെയ്യുക. ഇവിടെ ജോയിൻ നൗ എന്നാണ് കിടക്കുന്നത്. അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മാറ്റിയിട്ട് ബൈ നൗ, കോഴ്സ് ബൈ ചെയ്യാനായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ബൈ നൗ എന്നൊക്കെ കൊടുക്കാവുന്നതാണ്. സോ ഇങ്ങനെയാണ് നമുക്കൊരു ലാൻഡിംഗ് പേജ്, നമ്മൾ ഏത് പ്രോഡക്റ്റിന് വേണ്ടിയിട്ടാണ് ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്യുന്നത്, നമുക്ക് നല്ല രീതിയിൽ അത് ലാൻഡിംഗ് പേജ് ബിൽഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. സോ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.